നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിലാണ്. കുഞ്ഞു കുളം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനും അച്ഛനും അമ്മയും തുണി നനയ്ക്കാൻ വന്നപ്പോൾ അച്ഛനും ഇവിടെയൊക്കെ വൃത്തിയാക്കുവാണ്. അപ്പം ഞാനിവിടെ മീൻ നോക്കട്ടെ. വെള്ളം കുറഞ്ഞു വരുന്തോറും മീനുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മീനുകളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇനി നമുക്ക് കുറച്ച് കുളത്തിലെ കാഴ്ചകളിലേക്ക് പോകാം ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ കുളത്തിൽ എന്ന് പറഞ്ഞാൽ മീനുകളൊക്കെ ഒത്തിരി ഡക്സിനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് എനിക്ക് കാണാൻ പറ്റില്ല പെട്ടെന്ന്. കാണിക്കാൻ പറ്റുന്നതിനൊക്കെ ഞാൻ മാക്സിമം കാണിക്കാൻ നോക്കാം. ഇവിടുത്തെ ഈ പൊടിമീനുകളുടെ ചാകരയാട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കല്ലിൻ്റെ ഇടയ്ക്കൂടെ ഓടിപ്പോകുന്ന പൊടിമീൻ. പറ്റുമെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് അതിനെ പിടിച്ച് കാണിക്കാം കേട്ടോ. ഞാൻ പിടിക്കാൻ നോക്കുവാണേ. ഒരു ചെറിയ ശ്രമം മാത്രമായിട്ട് ഇങ്ങനെ കരുതിയത്, പക്ഷെ കിട്ടിയില്ല. നല്ല സ്പീഡിലാണ് ഈ മീനുകൾ ഓടുന്നത്, അതുകൊണ്ട് നമുക്കൊന്നിനും പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ പിടിക്കണമെങ്കിൽ ഇതിൻ്റെ കഴുത്തെ കണ്ടോ, ഒരു തോർത്തിട്ടിട്ട് വേണം പിടിക്കാൻ. കണ്ടില്ലേ, ഇത് ഫുൾ കുളം ഞങ്ങളിപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മീനുകളെ കാണണമെന്ന് മീനുകളെ ഞാൻ കാണിച്ചിട്ട് തരാം. നോക്കട്ടെ, ഞാൻ തന്നെയുള്ള കാണില്ല മീനിനെ. ഞാൻ വീഡിയോ എടുക്കുക ഗൈസ്. അപ്പം നമ്മൾ ഇതേ നിങ്ങളിപ്പം എവിടെ നിന്ന് ഞാൻ കാണിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കല്ലിൻ്റെ അവിടെ ഒരു മീൻകൂട്ടൻ നിൽപ്പുണ്ട്, കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഭാഗ്യവതികളാണ് ഗൈസ്. അഭാഗ്യമായോ ചെറിയൊരു ഡൗട്ട്, എന്നെ കണ്ടപ്പോൾ മീനങ്ങ് ഓടിപ്പോയി. എന്താ ചെയ്യാനാന്നും പറ. അപ്പോൾ ഈ കുളത്തിലാണ് നമ്മൾ ഇടയ്ക്കൊക്കെ തുണി നനയ്ക്കാനൊക്കെ വരുന്നത്. നമ്മളെന്നല്ല, ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെയാണ് തുണി നനയ്ക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ തുണി നനയ്ക്കാൻ വന്നപ്പോൾ അച്ഛൻ അപ്പുറത്ത് അതിൻ്റെ പുറത്തൊരു സംഭവമുണ്ട്, അവിടെ കയറിയിട്ട് മേഞ്ഞു. നല്ല വെള്ളവാട്ടതുകൊണ്ട് നല്ല തെളിനീരൊഴുകും മഴുവിയാണ്. ദോസുഖം. മീനെ കാണേണ്ടവർക്ക് വേണ്ടി ഇതേ ആ കല്ലിൻ്റെ പൊത്തിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനെ കാണാൻ പറ്റുമോ? കൊണ്ടോടോ, നല്ല സുന്ദര മീനാണ്. ഇങ്ങനത്തെ കാഴ്ച വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഗൈസ്? പറ നിങ്ങൾ. നോക്കിക്ക്, എനിക്കിത് ഇതിൻ്റെ അടിയിലൊരു മീൻ, അതിനെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ പറ്റുന്നത്ര മീനുകളൊക്കെ കാണിക്കും. ഞാൻ പതുക്കെ കൈ എടുത്തിട്ട് വേണം. ഞാൻ അതിനെ പിടിക്കാൻ നോക്കി കഴിച്ചിട്ട് നടന്നില്ല. നമ്മൾ അതിനെ അപ്പുറത്തൊക്കെ വിടും, എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കയറി. കണ്ട മീനെ കണ്ടാടാ. വാലെന്താണ് ഈ മാനത്തക്കണ്ണിൻ്റെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ പിടിക്കാൻ തുടങ്ങുമ്പോൾ വലിയ മീനുകൾ അങ്ങോട്ടിൽ കൂടുകയാണേ. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാറുണ്ടോ? നിങ്ങൾക്കൊരു ലൈക്കൊക്കെ അടിച്ചൂടെ? വെറുതെ ഇങ്ങനെ കണ്ടിട്ടിരിക്കാതെ ഒരു ലൈക്കൊക്കെ അടിക്കണം. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ കണ്ടിട്ടിരുന്നിട്ടേ ഒന്നും ഉണ്ടാകാൻ പോയില്ല. ഇനി നമ്മുടെ പ്രകൃതി ഭംഗി കാണാം. ഇതാണ് നമ്മുടെ പോലെ പച്ചപ്പ് പിടിച്ചിരിക്കോട്ടെ, എന്ത് രസം നോക്കിക്ക്. വരണയാണ് എൻ്റെ ഡാഡി. ഡാഡി ഒരു ഹായ് കാണിക്കൂ. ഡാഡി ഒരു ഹായ് കാണിക്കൂ. അതെ, ഡാഡി ഹായ് കാണിക്കും. ഇതാണ് നമ്മുടെ മനോഹരമായ പച്ചപ്പിടിച്ച ഗാർഡൻ അല്ല, മീൻകുളം. അവിടുന്ന് ഒരു പച്ചൽ ഒഴുകി വരുന്നതാണ്, എന്ത് രസമാണ് നോക്കിക്കേ. ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോ വേറെ എവിടെ കിട്ടും? വണ്ടാരം പിടിക്കാനൊക്കെ കിട്ടും. ഗൈസ്, ഈ മീനുകളെല്ലാം ഭയങ്കര അറ്റാക്ക് മീനുകളാണ്. കാര്യം എൻ്റെ കാലുമ്പോൾ വന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് നനങ്ങാണ്ട് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ നിങ്ങൾ. ഫാൻ ഇരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കുളത്തിലെ ബാക്കി വീഡിയോസ്. നമുക്ക് പോകാം. ഇവിടുത്തെ അമ്മ തുണി നനച്ച് പതയെല്ലാം കൂടി ഒഴുകി വരുന്ന മഞ്ഞുതുള്ളി ഒഴുകുന്ന പോലുണ്ട്. ദേ ഗൈസ്, നമ്മുടെ പച്ചപ്പിൻ്റെ ഭംഗി ഏകദേശമൊക്കെ പോയി. കാര്യം വെയിൽ താന്നു. നിങ്ങൾക്ക് കാണിക്കാൻ തന്നെ മറ്റേ ചെറിയവൻ്റെ കൂട്ടത്തിന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. വെള്ളം കുറവാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് അതെല്ലാം ഒഴിപ്പിക്കാൻ ഇതിൻ്റെ അടി നിൽക്കണുണ്ട് ഒരു ചെണ്ട മോനായി. ഗൈസ്, ഇവൻ്റെ പേരാണ് മാനത്തക്കണ്ണി. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മാനത്തക്കണ്ണി, വേറെ എന്തൊക്കെ പേരുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പൂശാൻ
പൂശാൻ ഞങ്ങളുടെ വീട്ടിലൊരു ചേച്ചി എന്നപ്പോൾ പറഞ്ഞൊരു പേരാണ് പൂശാൻ. അങ്ങനെയൊക്കെ പറയുമോ ഈ ഒരു പാവം ജീവിക്ക്? എനിക്കറിഞ്ഞൂടെ നീ വേറൊരുത്തന്നെ കല്ലിൻ്റെ ഇടയ്ക്ക് കയറിപ്പോയിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. നീ കണ്ടില്ലേ ഓടിപ്പോയത് കണ്ടില്ലേ? ഇവന്മാരൊക്കെയാണ് നമ്മുടെ കുളത്തിലെ മെയിൻ ആൾക്കാർ. വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളത്തിൽ കാണാമെന്നുള്ളവർ മാത്രമാണ് മീനുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നൊരു വെറൈറ്റി ഒരുത്തനെ കണ്ടു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നേരം, കാരണം ഞാൻ മറന്നുപോയി ഗൈസ്. സാരമില്ല, നമുക്ക് വേറെ എപ്പോഴെങ്കിലും അവനെ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ അവിടെ ഒരു അച്ഛനും മോനും നിൽപ്പുണ്ട്. നല്ല രസമായിട്ട് അച്ഛനും മോനും കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഒച്ചടോ നല്ല കൂട്ടപ്പന്മാരാണ്. പറ്റുമെങ്കിൽ ഞാൻ അവന്മാരെ ഒന്ന് പീസ്ക്കാൻ എനിച്ചൊന്ന് പിടിക്കാൻ പോകട്ടോ. വേറൊന്നും കരുതരുത്. അയ്യോ, കാല് ചെറുതായിട്ടൊന്ന് കുഴി താണു പോയിട്ടോ, പേടിക്കണ്ട. ഇവന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അതോട് ലുക്കാട്ടോ. അയ്യോടോ, കിട്ടിയും നിങ്ങൾ കരുതുന്നുണ്ടാവും, ബട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. വേറെ ആർക്കാണ്ടാണ് ആ മീനെ കിട്ടിയത് പറഞ്ഞ കേട്ടോ. അതായത് എനിക്ക് ആ മീനെ കിട്ടിയിട്ടില്ല. ആ മീനെ തിരിച്ചത് ഈ പൈപ്പിൻ്റെ കിഴിക്ക് കയറിയിട്ടുണ്ട്. ദേ കണ്ടില്ല ഒരുത്ത് ഇറങ്ങിപ്പോണത്. അവനല്ല, നമ്മൾ മുമ്പേ കണ്ടവൻ. അവൻ തിരിച്ച് അവിടെ കാണുന്നില്ലല്ലോ. വേറെ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ല. ഇനി നമ്മുടെ കുളത്തിൽ അപൂർവമായി കാണുന്ന ചില കാഴ്ചകൾ കൂടി കാണിച്ചു തരാം. അതായത് ഞങ്ങളുടെ കുളത്തിലാട്ടോ അപൂർവ കാഴ്ച. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കുളത്തിൽ ഇത് സ്ഥിരം കാണുന്നതായിരിക്കും, പക്ഷെ നമ്മുടെ കുളത്തിൽ ഇത് അപൂർവമാണ്. അപൂർവമല്ല, അപൂർവം. ഇതേടാ, കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ വീഡിയോ എടുക്കുക, ആരും കരുതരുത്. ഇതമ്മ തുണി നനച്ചിട്ട് പത വന്നിട്ടുണ്ട്. തവളമുട്ടയെല്ലാം ചിതറിപ്പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ മീൻ പിടിക്കുന്ന ഞങ്ങളുടെ തുണി നനയ്ക്കുന്ന ബക്കറ്റ് ഒഴുകി പോയി. ഞാൻ പിടിച്ചു കൊടുത്തു. ഞാൻ സൂപ്പർ ഹീറോ. ഇനി നമുക്ക് നമ്മുടെ കുളത്തിൻ്റെ എഡ്ജ് പോയിന്റിലേക്കൊന്ന് പോയിട്ട് വരാം. അതൊക്കെ ഇടിഞ്ഞിരിക്കുക ഗൈസ്. അപ്പോൾ ഇതാണ് കുളത്തിൽ നിന്ന് ഇറങ്ങി ചാട്. അച്ഛൻ ദേ ഡൈവ് ചെയ്യാൻ പോവാണ്. അതൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ്. അവിടെ അത്രയും കലകി. അപ്പോൾ ഇതാണ് കുളത്തിൻ്റെ എഡ്ജ് പോയിന്റിലേക്ക് പോകാനുള്ള വഴി. വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഇവിടെ ആകെയുള്ള വഴികളിലൊന്നാണ് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇറങ്ങാൻ എന്താ പോടൊന്നുമില്ല. ഞാൻ ഉറങ്ങട്ടെ. അയ്യോ, ഒരുവിധ എഡ്ജ് പോയിന്റിലേക്ക് എത്താനിട്ട് ഞാൻ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. അത് വേറെ വരും. ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ എഡ്ജസ്റ്റ് പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മീനുകളുടെ ചാകരയായിരിക്കും. ഞാൻ കുറച്ചോട്ടെ. ഇപ്പം തന്നെ എൻ്റെ കാലുമ്മ ഇവിടെ കൊത്തൽ തുടങ്ങിയിട്ടുണ്ട് മീനുകൾ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മീനുകളുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ അച്ഛൻ അവിടെ നിന്ന് കലക്കി വിട്ടത് കൊണ്ട് ഇവിടെ കലക്ക് വെള്ളമായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കാണുന്നൊരു വലിയ കുളമാണ്. അവിടെ പാമ്പുള്ളതുകൊണ്ട് അധികം അവിടെ ആരും പോകാറില്ല. പിന്നെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ എപ്പോൾ ഇവിടെ വന്നാലും അപ്പൂപ്പൻ ഒരു ആമ കുഞ്ഞിനെ കിട്ടും. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, സത്യം പറയാലോ. അപ്പൂപ്പൻ എന്നെ പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവരും കേട്ടോ. എന്നെ കാണിക്കാനായിട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ദേ ഒരു മാനത്തെ മോൻ ഇവിടെ കയറിയിട്ട് ശ്വാസം വിടാൻ പറ്റാണ്ടിരിപ്പുണ്ട്. അയ്യോ, ഇങ്ങനെ ആരും ചെന്ന് മാനത്തെ കണ്ണിനെ പിടിക്കാൻ നോക്കല്ലേ. എൻ്റെ കൂടത്തെ അവസ്ഥ വരും. സത്യം പറഞ്ഞ കേട്ടോ. പിന്നെ ഈ എഡ്ജിലേക്ക് നടന്നപ്പോൾ വേറൊരുത്തം വന്നിരിക്കുന്നു. അവനെ നമ്മളൊന്ന് എങ്ങനെയും കുപ്പും. പിച്ചിടുമേ പിച്ചിടുമേ ഈ മീനുകളൊക്കെ ഭയങ്കര ചാട്ടത്തന്മാരാണ്. നിങ്ങൾക്കപ്പോൾ ഒറ്റ എണ്ണത്തിനെ ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു. അവൻ്റെ കൂടെ വേറൊരു ആശാൻ്റെ മോനൂടി ഉണ്ടായിരുന്നടാ. പിന്നെ ഞാൻ നല്ലപോലെ സെർച്ച് ചെയ്തിട്ടോ അവന്മാർ രണ്ടിനും കിട്ടിയില്ല. പിന്നെ നോക്കിയപ്പോൾ ഒരുത്തൻ്റെ എഡ്ജ് പോയിന്റിലോട്ട് നമ്മൾ വന്ന വഴിയിൽ പോയിട്ട് രണ്ടും കൂടി നിൽക്കുന്നുണ്ട്. പിടിക്കാൻ നോക്കിയിട്ടോ അവന്മാരെയും കിട്ടിയില്ല. അവന്മാർ വേറെ അങ്ങോട്ട് ഓടി. ഈ മാനത്തെ കണ്ണികൾക്ക് ഭയങ്കര കഴിവാണ് രക്ഷപ്പെടാൻ.
അതുകൊണ്ടായിരിക്കും ഇവരെ മാനത്തെ കണ്ണി എന്നല്ല ഇവർക്ക് പേരിടേണ്ടത്, മാനത്തെ കള്ളൻ ഇങ്ങനെ വേണം പേരിടാൻ. കാരണം നമ്മളത് പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അവന്മാർ പെട്ടെന്ന് ഓടിവിടാം. പക്ഷെ എനിക്ക് കോരുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടണം മീനും ഇവന്മാരെ തന്നെയാണ്. അതെന്താ എന്നോട് ചോദിക്കരുത്, സോറി, എനിക്കതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ കുറേ പരതിയിട്ട് അവന്മാരൊന്നും കണ്ടില്ല കേട്ടോ. അവന്മാരെങ്ങോട്ടാ ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഡ്ജിന്ന് തിരിച്ചു പോയാലോ? ഇത്രയും കഴിച്ചത് പോരെ എഡ്ജിന്ന് പോകുന്ന വഴിക്ക് ഇവിടെ അച്ഛനവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പണി കിട്ടി അതിൻ്റെ വെക്കേണ്ട കൊടുക്കത്തതും ഉണ്ടായി. ഞാനിന്ന് എഡ്ജ് കുളത്തിൽ വന്നതുകൊണ്ട് ഇവിടെ ഞാൻ മുണ്ടെടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. മുണ്ട് ചുമ്മാ അറിയാം, പാൻ്റ് ഇടാം. പാൻറ്റിൽ നിങ്ങൾക്കൊന്ന് കണ്ടൻറ്റ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഉമ്മാരെ പിടിക്കാൻ എന്നാ പാട്. 5 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ആക്കുകയാണേലേ ഞാൻ ഇപ്പം പിടിച്ച് കാണിക്കാം. അയ്യ ഒരുത്തൻ പിന്നെ എടുത്ത് പാവമായിട്ട് ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവനൊന്ന് പിടിക്കാനൊരു പാവല്ലേടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് മോനൊരു ഇത്തിരി ജാടക്കാരൻ. നമ്മൾ ചെല്ലുമ്പോഴത്തെ കോനം കൂടും, പിന്നെ നമുക്ക് കിട്ടൂല, നിനക്കും കിട്ടാൻ പോകില്ല. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഒരെണ്ണത്തിന് പിടിക്കാൻ നോക്കുക. എവിടെ കിട്ടണ്ടേ? ഇത്ര കണ്ടാൽ നമുക്ക് മീനത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അച്ഛനവിടെ എന്തൊക്കെയോ വെട്ടി മലത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് എഡ്ജിന്ന് തിരിച്ചു പോകുന്നതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. കാര്യം അല്ലെ മീനുകളെല്ലാം കൂടി എന്നെ എടുത്ത് പണിക്കിടും. അച്ഛനിവിടെ എൻ്റെ മോന്ത നിറച്ച് വെള്ളമാക്കി. അമ്മ അവിടെ തുണി ഒലപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒലച്ച് പെയിണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ പെതുക്കെ കല്ലൊക്കെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഒത്തിരി വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. കണ്ടിട്ടുണ്ട് ഈ കല്ലുകളുടെയൊക്കെ ചെറിയ എഡ്ജ് പോർഷൻസിൽ കൊഞ്ചിനെ കാണാൻ പറ്റുന്നു. ചെറിയ കുളക്കൊഞ്ചില്ലേ, അതുങ്ങളെ കാണാൻ പറ്റും. ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് കമൻ്റ് ആക്കണം. അപ്പം ഞാനാണെങ്കിൽ പെതുക്കെ മിണ്ടാതെ മുരിയാടാതെ പെതുക്കെ കല്ലൊക്കെ ഒന്ന് മാറ്റിയൊക്കെ നോക്കിട്ടോ. ബട്ട് ഇവിടെ ഒന്നും കൊഞ്ചല്ല, മഞ്ഞൂരില്ല. പക്ഷെ ഇതിനു മുമ്പ് ഒരു വട്ടം ഞാൻ വന്നപ്പോൾ കൊഞ്ചിനെ കണ്ടിരുന്നു. കുഞ്ഞു കൊഞ്ചാണ്, നിങ്ങൾ ഉദ്ദേശിക്കണ അത്ര ഹൈറ്റും വലിപ്പം. നമ്മൾ തിന്നാൻ പറ്റുന്ന കൊഞ്ചൊന്നും അല്ല ഇത്. ഇതാണ് കുളക്കൊഞ്ച്. അപ്പം ഗൈസ് ഞാൻ ഇവിടെ കുറേ നോക്കിയിട്ടും ആ ചേട്ടൻ പറഞ്ഞ കൊഞ്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. കൊഞ്ചല്ല അത്, പക്ഷെ ഞാൻ എന്തായിരുന്നു. പക്ഷെ മുമ്പേ ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു കൊഞ്ചിനെ കണ്ടു. ഞാൻ അവനെ വിട്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ കണ്ടോന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയിരുന്നത്. ഇതിൻ്റെ ഈ കാണുന്ന കല്ലിൻ്റെ എഡ്ജ് പോർഷനിൽ നിന്നാണ് ഞാൻ അവനെ പിടിച്ച് പൊക്കിയിട്ടുള്ളത്. അച്ഛനും എന്തോ കാണിക്കുന്നത്? ഏതാണ്ട് പുതിയ ബുദ്ധിപരമായ പണികൾ നോക്കുകയാണ്. ഞാൻ കുറേ അന്വേഷിച്ച് കണ്ടില്ല. ഒരു മഞ്ഞ പോലത്തെ ഒരു കളറിലെ കൊഞ്ചായിരുന്നു അത്. മഞ്ഞ പോലത്തെ കളറല്ല, മഞ്ഞ കളറ്. മഞ്ഞ ഒരു ബ്ലീക്കല്ല ബ്ലാക്ക് കളറുമായിട്ടുള്ളൊരു കളറിലെ കൊഞ്ചിട്ടായിരുന്നു. ഗൈസ് ഇതേ ഒരു മീൻ പോകുന്ന കണ്ടോ ഗൈസ്? എനിക്ക് കാണാൻ പറ്റും ഒരു വീഡിയോ. കണ്ടു പൂഷ് ചുമ്മാനാണ് ഗൈസ്. അതിൻ്റെ മീയാണ്, അതിൻ്റെ കൈയാണ്. മീയാണ് അതിൻ്റെ കൈയാണ്. നിങ്ങൾക്ക് ഭാഗ്യമില്ലേ കൊഞ്ചിൻ്റെ കൊഞ്ചുണ്ട ഞാൻ പറയാൻ വന്നത്. കൊഞ്ച് എന്തിട്ടായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? ഇല്ലില്ല ഇപ്പൊ ഇല്ല. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടോയെന്ന് ടെസ്റ്റിങ്ങിലായിരുന്നു ഞാൻ കൊഞ്ചിനെ നോക്കിയത്. നിങ്ങൾക്ക് ഭാഗ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഭാഗ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് ഇപ്പം ഈ കുളത്തിൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ കൊഞ്ചിപ്പം എൻ്റെ മുന്നിലേക്ക് ചാടണ്ടേ.
ബീച്ചിലോട്ട് ഒഴുകുന്ന വെള്ളവും ഈ പച്ചപ്പ് നിറങ്ങളും കാണാൻ എന്ത് രസമാണ്. അവിടെ ഒരു ബുദ്ധൻ ഓല കൊണ്ട് എന്തോ ചെയ്യുകയാണ്. അച്ഛാ അവിടെ ലൗലോലിക്ക ഇല്ലേ? ചാമ്പയ്ക്കയോ? അങ്ങോട്ട് പോകാത്ത വെള്ളം കലങ്ങിയാണ്. ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പതുക്കെ മിണ്ടാതെ ഉരിയാടാതെ കല്ലിൻ്റെ അടുത്തേക്ക് വന്ന് കല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ചിരിക്കണം. വീഡിയോസ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. നമുക്കൊരു മീനെ കണ്ടു, വലിയ മീനാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മീനാണ്. ഇതുപോലെ പത എടുത്തിട്ട് ഇതുപോലൊരു ഹെഡ്ജിലേക്ക് കൊണ്ടുപോകണം. ഇത് കണ്ടില്ലേ, ഞാൻ പത കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മീനുണ്ടെങ്കിൽ പത കണ്ടിട്ട് തിന്നാനുള്ള ഫുഡാണ് കണ്ടിട്ട് ചൂട് ഇറക്കിയുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ആക്കിരി പൂക്കിരി സാധനങ്ങൾ മാത്രം കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തിട്ടാ ഫ്രണ്ട്സ്? നിങ്ങളടുത്ത് ആരാണ് പറഞ്ഞത് കൊഞ്ചുണ്ടാവും? ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയണ കൊഞ്ചിനെ. ദേ പച്ചപ്പിന്റെ ഭംഗികളൊക്കെ പകുതി. അയ്യോ ഞാൻ മുകളിലെങ്ങാനും കയറി ഇരിക്കാൻ പോവാ. ഞാൻ ക്ഷീണിച്ചു. ഗൈസ് നമുക്ക് നാട് വിടാം. നമുക്ക് നാട് വിടാം. അതായത് ഈ കുളത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ റിയലായിട്ട് നാട് വിടുവോ? ചെരുപ്പൊക്കെ കണ്ടുപിടിച്ചു. അച്ഛൻ്റെ മുണ്ടിൻ്റെ കീഴിലാണെന്ന് മാത്രം. അതായത് അച്ഛൻ ഇപ്പോൾ ഉടുത്തേക്കുന്ന മുണ്ടല്ല കേട്ടാ. ഒരു മിനിറ്റ് ഞാൻ ചെരുപ്പ് വന്നിട്ടോട്ടെ. അപ്പം അമ്മ ജോലിയൊന്നും എനിക്ക് ജോലി തന്നാൽ ഏത് കുട്ടിയും ചെയ്യണമെന്നാണ്. ബട്ട് ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പറഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് അമ്മ എന്നെ ചോദിച്ചു. ഗൈസ് ഞാൻ ഫൈനൽ അപൂർവ കാഴ്ച നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു. കൊഞ്ചല്ല, പൊടിമീനുകളുടെ ചാകര കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു വെച്ചടോ. നല്ലൊരു സ്ഥലം. നിങ്ങളിപ്പോൾ കാണാൻ വലിയ മീനാന്ന് തോന്നുമെങ്കിൽ ഇത് കുട്ടി മീനാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കട്ടെ അങ്ങോട്ട്. അത് കുട്ടി മീനാണ്. വേ കണ്ടില്ലേ ആ ബക്കറ്റിൻ്റെ ഇടയ്ക്കിട്ട് ഒളിഞ്ഞിട്ട് ചാടിക്കളിക്കുന്ന കുട്ടമ്മമാരെ. തലവേന എടുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ലാസ്റ്റായിട്ട് പൈപ്പിൻ്റെ കീഴിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയുന്നത് ക്യാമറ കൊണ്ട് ചെന്നപ്പോൾ ഒരുക്കാനാണ് ഒറ്റ ഓട്ടം. പിന്നെ അമ്മമാരെങ്ങനെ കൈ കിട്ടു. പിന്നെ ഞാൻ ആ ബക്കറ്റിൽ ഇരുന്ന തുണി എടുത്ത് നേരെ തുണിയിലേക്ക് ഇടാന്നു. സകലമായ തുണികളും ഓരിവൻ തുണിയും പൊക്കിപ്പോയിടും നേരം കൈ തട്ടി തറ വീണു, മുട്ട് കാലോടിഞ്ഞു പോയി. ഗൈസ് അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ കുളത്തിലെ വീഡിയോസ്. ഈ കുളം ഇത്ര മനോഹരമാക്കാനുള്ള കാര്യം, അതായത് നിങ്ങളിപ്പോൾ കരുതുന്ന അതേ അല്ലാതെ ഞങ്ങളുടെ പഴയ കുളത്തിൻ്റെ ഫോട്ടോസ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക്. ഞാൻ പോടാ അമ്മ എന്നെ ഇറങ്ങണ്ടേ തന്നെ വീണാൻ തോന്നി. ഗൈസ് ഇപ്പം നിങ്ങൾ കേട്ട ശബ്ദം എന്താണെന്ന് നോക്കി. അത് ഇവിടെ എവിടെയോ ഒരു ചീവീട് കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. നമ്മളിത് എഡ്ജിയും തിരിച്ച് കയറാൻ പോകുന്നതിൻ്റെ സങ്കടം നമ്മൾ കുളത്തിൽ ബായ് പറഞ്ഞിട്ട് പോവാട്ടോ. ബൈ ബൈ. അമ്മ അവിടെ നിൽക്കട്ടെ.
ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ മനോഹാരിത കിടക്കുന്നത്. ഇപ്പോഴും മീനുകളെൻ്റെ കാലിട്ട് കുത്തണം. വെള്ളം ചെറുതായിട്ട് തെളിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഞാൻ കയറി. കാര്യം എനിക്ക് വയ്യ ഇനി കുളത്തിൽ നിന്നിട്ട്. ഷോകാട്ടെ. കുളത്തിൽ നിന്ന് പോകുന്ന വഴി വളരെ എളുപ്പമാണ്. ഇപ്പം നാണം കെട്ടാനെ ഒരു പോസിബിലിറ്റി കുറയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ സുമേമ്മയുടെയും ബാന്തുച്ചേട്ടൻ്റെയും ബാവുമാമൻ്റെയും ദേവി ചേച്ചിയുടെയൊക്കെ വീട്. ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് നഞ്ചേട്ടൻ്റെ ബാവുമാമനെയും സുമേമ്മയൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. സോറി കേട്ടോ. ബാവുമാമൻ ഇവിടെ ഇല്ല. ബാവുമാമൻ പാച്ചുവിനെയും കൊണ്ട് കടയിൽ പോയിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അയ്യോ വന്നിരിക്ക. അവർ വന്നിട്ടുണ്ട് തോന്നുന്നു. വന്ന പാടെ ഞാൻ വേഗം കയറി. അയ്യാ അതാണ് ലില്ലി, ഇവിടുത്തെ പട്ടിക്കുട്ടി കേട്ടോ. നന്ദിച്ചേട്ടാ, നന്ദിച്ചേട്ടാ, പാച്ചു വന്നോ? അവരെങ്ങനെയാ പോയത്? ഏത് വണ്ടി? ഗൈസ്, അപ്പോൾ അതാണ് നന്ദുചേട്ടൻ. നന്ദുചേട്ടൻ അകത്ത് കയറിപ്പോയി. ഇതാ അവിടെ ഇരിക്കുന്നതാണ് സുമേമ്മ. ഇതാ കിടക്കുന്നതാണ് ലില്ലി. ലില്ലി ഭയങ്കര ക്ഷീണത്തിലാണ് ഗൈസ്. ദേ നന്ദുചേട്ടൻ ഇറങ്ങിയിരുന്നുണ്ട്. പേടിച്ചു. അച്ഛൻ വെള്ളം കലക്കിയപ്പോൾ ഒരു വലിയ വരാൽ ഓടുന്നു ഇടയ്ക്കൂടെ. അതിനെ പിടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇത്ര നല്ല നീളമുണ്ട് അതിന്. ഞാൻ നന്ദുചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരുന്ന് ക്ഷീണിച്ചിട്ടാ ഇനി പിടിച്ചിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് വരുന്നതിന് വരെ ബൈ ബൈ.